നമസ്കാരം. കണക്കല്ല കാര്യം നടത്തിപ്പാണ് പ്രധാനം. നിപ്പ വൈറസ് ബാധ കേരളത്തിൽ വീണ്ടും സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട്ട് നിപ്പ 14കാരനായ ഫുട്ബോൾ താരത്തിന്റെ ജീവനെടുത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികളുടെ വ്യാപനം കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. 2018 കേരളത്തിൽ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്ന് ഇടവിട്ട് 5 തവണ നിപ്പയുടെ ആക്രമണമുണ്ടായി. 20-ലേറെ പേർ മരിച്ചു. എന്നിട്ടും നിപ്പ രോഗനിർണയത്തിനുള്ള സ്രവ പരിശോധനാ ലാബിന്റെ പ്രവർത്തനം പോലും പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അനുവദിച്ച 5.5 കോടി രൂപ കൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബയോസേഫ്റ്റി വൈറോളജി ലാബ് നിർമ്മാണം ആരംഭിച്ചത്. കോവിഡ് മൂലം പണി തടസ്സപ്പെട്ടെങ്കിലും 2021 പണി പുനരാരംഭിച്ചു. എസ്റ്റിമേറ്റ് പുതുക്കിയപ്പോൾ തുക നേരെ ഇരട്ടിയായി. 5.5 കോടിയിൽ നിന്നും 11 കോടി രൂപയിലേക്ക്. ആലപ്പുഴയിലെ ലാബും നിർമ്മാണ ഘട്ടത്തിലാണ്. ICMR പ്രോട്ടോകോൾ അനുസരിച്ചുള്ള അന്തിമ സ്ഥിരീകരണം വരേണ്ടത് പൂനെയിലെ ലാബിൽ നിന്നാണെങ്കിലും കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും ലാബുകൾ പൂർത്തിയായാൽ പ്രാഥമിക പരിശോധനയും മുൻകരുതലുകളും കൂടുതൽ ഊർജിതമാക്കാനാകും. ദേശീയ തലത്തിൽ തന്നെ പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിന് വിവിധ പദ്ധതികളുണ്ട്. അത് പ്രാദേശിക തലത്തിൽ കൂടി വ്യാപിപ്പിക്കണം. പ്രതിരോധ നടപടികളുടെ ഏകോപനവും മരുന്നുകളുടെ ലഭ്യതയും പ്രായോഗികമായി കൈകാര്യം ചെയ്യണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് ഏകോപനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് തന്നെ നിപ്പ കേരളത്തിൽ കണ്ടെത്തിയിട്ടും അത് നിരവധി ജീവൻ എടുത്തിട്ടും വൈറസിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താനായില്ല. വവ്വാലുകളെയും പന്നിയെയും ഒക്കെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. വവ്വാൽ കടിച്ച പഴങ്ങളിലൂടെ രോഗം പടരുന്നതായി കരുതുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. നിപ്പ വരുമ്പോൾ പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന നിരോധിച്ചും പക്ഷിപ്പനി പടരുമ്പോൾ കോഴിയെയും താറാവിനെയും കാടയും ഒക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയും താൽക്കാലിക പരിഹാരം കാണാനായേക്കും. പക്ഷേ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ദീർഘകാല പദ്ധതികളാണ് ആവശ്യം. കോവിഡ് പ്രതിരോധത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും പേരിൽ കേരളം വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. എന്നാൽ പ്രചാരണം നടത്തിയതുകൊണ്ട് മാത്രമായില്ല. രോഗം പിടിച്ച ശേഷം പ്രതിരോധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. രോഗത്തിന് ചികിത്സ ആവശ്യമെങ്കിലും അത് പിടികൂടാതിരിക്കാനുള്ള നടപടികളാണ് ആദ്യം വേണ്ടത്. ആരോഗ്യരംഗത്തെ അപര്യാപ്തതകളെക്കുറിച്ച് പറയുമ്പോൾ അത് സർക്കാരിനോ മന്ത്രിക്കോ എതിരെയുള്ള ആരോപണമായി മാത്രം കാണാതെ പ്രശ്നങ്ങളെ പ്രായോഗികമായി നേരിടുകയാണ് വേണ്ടത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമാണെന്നും രോഗക്കണക്കുകൾ പൂഴ്ത്തുകയാണെന്നും പരസ്യമായി ആരോപിക്കുന്നവരിൽ സർക്കാരുമായി നയപരമായി യോജിച്ചു നിൽക്കുന്ന ആരോഗ്യ വിദഗ്ധരും ഉണ്ട്. ആസൂത്രണ ബോർഡ് മുൻ അംഗവും ആരോഗ്യ മേഖലയിലെ ആക്ടിവിസ്റ്റും ന്യൂറോ സർജനുമായ ഡോക്ടർ B. ഇക്ബാൽ, മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ മകനും പ്രസിദ്ധ പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ V. രാമൻകുട്ടി, രാജ്യാന്തര തലത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ AS. ലാൽ എന്നിവരുടെയൊക്കെ വിമർശനങ്ങളെ എങ്ങനെ തള്ളിക്കളയാനാകും? പകർച്ചവ്യാധി വ്യാപനത്തിന് ആരോഗ്യവകുപ്പിനെ മാത്രം പഴിചാരിയതുകൊണ്ടായില്ല. മാലിന്യ നീക്കം, രോഗപ്രതിരോധത്തിനായുള്ള ബഹുമുഖ ഇടപെടലുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിരന്തര നിരീക്ഷണത്തിന് വിധേയമാകണം. ജില്ലാ ഭരണകൂടത്തിനും ഇക്കാര്യം വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്. നിപ്പ വൈറസിന്റെ വ്യത്യസ്ത ജനിതക വകഭേദമാണ് കേരളത്തിൽ രോഗകാരണമെന്ന് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. പൂനെയിൽ നിന്നുള്ള വിദഗ്ധർ കേരളത്തിലെത്തി വവ്വാലുകളെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിലയിരുത്തൽ. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ടു പോവുകയാണെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അവകാശപ്പെട്ടത്. ആഗോളതലത്തിൽ നിപ്പ മരണനിരക്ക് 70% കേരളത്തിൽ അത് 33% മന്ത്രി പറയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ വർഷത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിട്ടതിലും 8 മടങ്ങ് മരണം രാജ്യത്തുണ്ടായതായി സയൻസ് അഡ്വാൻസ്ഡ് ജേണലിൽ വന്ന റിപ്പോർട്ട് വിവാദമായിരിക്കുകയാണ്. ഓക്സ്ഫോർഡിലെ ഗവേഷകർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. കണക്ക് നിരത്തി രോഗപ്രതിരോധമോ ആരോഗ്യ സംരക്ഷണമോ സാധ്യമല്ല. അതിന് പ്രായോഗിക നടപടികളും ഇടപെടലുകളും തന്നെ ഉണ്ടാവണം. നമസ്കാരം.